വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങും ആ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് മുതൽ നമുക്കതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാം. അതായത് ഒരു ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ബേസിക്കായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അതാണെന്ത്, ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിനെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം, ഈ പോയിന്റിനെ ബി എന്ന് മാർക്ക് ചെയ്യാം, ഈ പോയിന്റിനെ സി എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ആ ആംഗിളിനെ തീറ്റ എന്ന പേരിലും മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സിക് തീറ്റ, കോട്ട് തീറ്റ എന്ന് പറയുന്ന റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്നും, സി ബി എന്ന് പറഞ്ഞാൽ അത് ബേസ് ആണെന്നും, എ സി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അത് ഹൈപ്പോട്ടനസ് കർണം ആണ് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പുകൾ നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റത്തെ റിലേഷൻ എന്താണ്? സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ തീറ്റയുടെ ഓപ്പോസിറ്റ് പി ആണ്, ഇത് എച്ച് ആണ്. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ബൈ എച്ച് എന്ന് പറയാൻ പറ്റും. സൈൻ തീറ്റ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എന്താണ്? കോസ് തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അഡ്ജസെൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ അഡ്ജസെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ആണ്. അത് ബി ബൈ എച്ച് എന്ന് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കും. അടുത്തത് എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അത് പി ഡിവൈഡഡ് ബൈ ബേസ് എന്ന്, അല്ലെങ്കിൽ അഡ്ജസെൻറ്റ് സൈഡ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ദെൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തും കൂടിയും പറയാം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ് എന്നും പറയുവാനായിട്ട് സാധിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നീടായിട്ട് വരുന്ന സംഗതി എന്താണ്? കൊസീക്ക് തീറ്റയാണ്. കൊസീക്ക് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അത് എച്ച് ബൈ പി ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. കൊസീക്ക് തീറ്റ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? സെക് തീറ്റയാണ്. സെക് തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ബി ആണ് എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എന്താണ്? കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ പി ആണ് എന്നും പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊരു ട്രിഗണോമെട്രി ഇക്വേഷൻസ് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ സൈൻ തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സെക് തീറ്റ, കോട്ട് തീറ്റയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി എച്ച് പിയും ബിയും തമ്മിലുള്ള റിലേഷൻ ഓർത്തിരിക്കുക. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് എന്താണ്? ബി സ്ക്വയർ ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പം നമുക്കവിടെ എന്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷൻസിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? ഇതാണ് നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റെപ്പ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പുതിയ കണ്ടീഷൻസ് വേറെ നോക്കാം. എല്ലാം അറിയാവുന്ന കണ്ടീഷൻസ് ആണ്, എങ്കിലും നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൈൻ 90 മൈനസ് തീറ്റ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സൈൻ 90 മൈനസ് തീറ്റ വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? എൻ്റെ ആൻസർ കോസ് തീറ്റ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോസ് 90 മൈനസ് തീറ്റ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? സൈൻ തീറ്റ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ മൂന്നാമതായിട്ട് വരുന്നതാണ് എന്ത്? ടാൻ 90 മൈനസ് തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അത് കോട്ട് തീറ്റ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? കോട്ട് 90 മൈനസ് തീറ്റയാണ്. കോട്ട് 90 മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അത് ടാൻ തീറ്റയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അഞ്ചാമതായിട്ട് വരുന്നതാണ് എന്ത്? സെക് 90 മൈനസ് തീറ്റ. സെക് 90 മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? കൊസിക് തീറ്റയാണെന്നുള്ളത് മനസ്സിലാക്കുക. ആറാമതായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? കൊസിക് 90 മൈനസ് തീറ്റ. കൊസിക് 90 മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്?
സെക് തീറ്റ ആണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പം 2 ടൈപ്പ് റിലേഷൻഷിപ്പുകളാണ് പഠിച്ചിട്ടുള്ളത്. തീറ്റാസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ തീറ്റയും 90 - തീറ്റയും വെച്ചുകൊണ്ടുള്ള റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.